ഹായ് ഫ്രണ്ട്സ്, മുഹറ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് നമ്മളൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ഇപ്പോൾ പുതിയ വീട്ടിലേക്കൊക്കെ മാറി, അതൊക്കെ വാടക വീടുകളാട്ടോ. നമ്മളെപ്പോലുള്ള പാവങ്ങളെ താമസിക്കുന്ന വാടക വീടാണ്. ഇനിയിപ്പോൾ ഈ റോസ് പെയിനുള്ള വീട് വാടക കൊടുക്കാനുള്ളതാണ്. അതിൻ്റെ അടുത്തുള്ള വീട്ടിൽ ആളുണ്ട്, അവിടെ കാണുന്ന വീട്ടിൽ ആളുണ്ട്. അതേപോലെ ഇതവിടെ ഒരു വീടുണ്ട്. അങ്ങനെ ഇതിൻ്റെ ബാക്കിൽ ഒരു വീടുണ്ട്. നമ്മളെ സൈഡിലൊക്കെ ഓരോ വീടുകൾ. അങ്ങനെ ഇതിനകത്ത് 11 ഓടിട്ട് ഇതുപോലത്തെ 11 ഓടിട്ട വീടുകളാണ്. ഇതൊക്കെ വാടക കൊടുക്കാനുള്ളതാണ്. അതിലൊന്നേ ഉള്ളൂ കാലി കേട്ടോ. അപ്പോൾ നമ്മൾ ചർച്ച എന്നതല്ല. ഞാൻ ഇന്നലെ പണിക്ക് പോയ സ്ഥലത്തുനിന്ന് ആ വീട്ടിലുണ്ട് നിറയെ മുന്തിരി പൂത്തൊരു വള്ളി കണ്ട്. ആ പൂത്ത വള്ളിയിൽ നിന്ന് ഞാനൊരു കമ്പ് വാങ്ങിച്ചു കൊടുത്തു. ഉമ്മാൻ്റെ പേര് ഉമ്മ എന്നാണ്. പരിചയപ്പെട്ടപ്പോൾ നല്ല സ്വഭാവം, നല്ലൊരു ഉമ്മ, കൃഷികളൊക്കെ താല്പര്യമൊരു ഉമ്മ. അപ്പോൾ ഉമ്മാനോട് ഞാൻ ചോദിച്ചത് കായ്ക്കലുണ്ടോ പൂക്കണ്ട. കഴിഞ്ഞ വർഷം അതിൻ്റെ മുന്നത്തെ വർഷമൊക്കെ നല്ലോണം കായ്ച്ചിരുന്നു. ഏതാ കളറ് ഞാൻ ചോദിക്കാൻ മറന്നുപോയി. കായ്ച്ചിരുന്നു എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ ചുമ്മാ ഇങ്ങൊക്കെ എവിടുത്തത് കിട്ടി. അത് ഉമ്മ പറഞ്ഞ് എൻ്റെ മരുമകളെ വീട്ടിൽ നിന്ന് 2 കമ്പ് കൊടുന്ന് കുത്തി ഉണ്ടാക്കിയതാണ്. ഞങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് തന്നെ കമ്പുമ്മൽ പൂക്കളൊക്കെ കമ്പ് ഞങ്ങൾ കൂടെ നട്ടതാണ്. അപ്പോൾ അതേപോലെ തന്നെ ആ ഉമ്മ എനിക്ക് 2 കമ്പ് നട്ടിട്ടുണ്ട്. അതുണ്ടോ, ഇതേപോലത്തെ 2 കമ്പ്. ഈ 2 കമ്പ് ഞാനവിടെ നിന്ന് വെട്ടുന്ന സമയത്ത് ഇവിടെയൊക്കെ പൂക്കളുള്ള കമ്പായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഈ 2 കമ്പ് 2 ചട്ടിയിൽ, അതായത് 2 പാത്രത്തിൽ നടുന്ന രീതിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ എങ്ങനെ നടാൻ നോക്കാം. ഞാൻ നടുന്നത് എപ്പോഴും എന്ത് കമ്പ് നടുന്ന ചെടിയാകുമ്പോഴും ഞാൻ നടല് നമ്മളെ കറ്റാർവാഴയുടെ ജെല്ല് റൂട്ട് ഹോർമോണായിട്ടാണ് ഞാൻ കൊടുക്കാറുള്ളത്. എനിക്ക് 100% അനുഭവം ഉള്ളതാണ്. കറ്റാർവാഴയുടെ ജെല്ല് റൂട്ടിൻ ഹോർമോണാക്കി കൊടുത്തിട്ട് ഞാൻ ഒരുപാട് തൈകളാണ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓൾറെഡി ഞാൻ തനിച്ച് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാനൊരു കഷ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഞാനൊരു തനിച്ചാണ് വീഡിയോ എടുക്കുന്നതൊക്കെ, അതുകൊണ്ടൊരു സാധനം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ആദ്യം നടു പൊളിച്ചിട്ട് 2ൻ്റെയും അറ്റഭാഗത്ത് തേക്കാം. ഇനി നമ്മുടെ കറ്റാർവാഴ ഇങ്ങനെ 2 പീസാക്കി. ഇനി പീസാക്കിയിട്ട് ഈ കറ്റാർവാഴൻ്റെ ഈ 2 ഓൾസാക്കിക്കുന്നത് ഈ കറ്റാർവാഴൻ്റെ സെൻറ്ററിലൂടെ ഒരു കമ്പ് കയറ്റി കൊടുത്തിട്ട് ആ കമ്പ് എന്ത് ചെയ്യുക, ഇതേ ചേൽക്ക് കറ്റാർവാഴ ഒഴിവാക്കാതെ ഇതേ പടി ഇതിൽ നട്ടു കൊടുക്കുക. എൻ്റെ അനുഭവം അങ്ങനെയാണ്. ഒരുവിധം കമ്പുകളൊക്കെ ഞാൻ പിടിപ്പിക്കണം അങ്ങനെയാണ്. മണ്ണിൽ ഇറക്കി കൊടുക്കുക. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ വളങ്ങളൊന്നും ഇട്ടിട്ടില്ല. തൈ പിടിച്ച് വളങ്ങളായാലും ഞാൻ കൊടുക്കുള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് മുന്തിരിൻ്റെ കമ്പ് നടുന്നത്, എനിക്കറിയില്ല. പക്ഷെ ഞാൻ ചെയ്യുന്നൊരു മെത്തേഡ് കാണിച്ചു തരികയാണ്. നിങ്ങളാരെങ്കിലും ഇതുപോലെയാണ് ചെയ്യണത് എന്നുണ്ടെങ്കിൽ, അല്ല ഇതിൻ്റെ വെറൈറ്റിയിലാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന കർഷകരെല്ലാവരും ഒന്ന് കമൻറ്റിൽ പറഞ്ഞു തരിക. കോഴിയെ മുണ്ടല്ല, ഞാൻ വീഡിയോ എടുക്കുകയാണ്, മൂപ്പരെ എനിക്ക് ബുദ്ധിമുട്ടാക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യമായിട്ടാണ് നടുന്നത്. അപ്പോൾ ഇതിലും വെറൈറ്റിയിൽ വീഡിയോ ചെയ്ത് നടുന്ന ആളുകളുണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞ് തരണം. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ നീളത്തിൽ നമുക്കൊരു കുഴി ഉണ്ടാക്കണം. ഇത് കണ്ടോ, ഒരു നീളത്തിലൊരു കുഴി. അതേപോലെ തന്നെ ഇതിനകത്തും നീളത്തിലൊരു കുഴി ഉണ്ടാക്കാം. നമ്മൾ കറ്റാർവാഴൻ്റെ കമ്പും നമ്മളെ മുന്തിരിൻ്റെ കമ്പും താഴോട്ട് ഇറങ്ങുന്ന രീതിയിൽ. ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ കറ്റാർവാഴൻ്റെ ഈ ജെല്ലിൻ്റെ സെൻറ്ററിലൂടെ ഒരു കൊള്ളി കയറ്റി കൊടുക്കാം. മുന്തിരിൻ്റെ കൊള്ളി കാണിക്കാം. ഇതാ ഏകദേശം ഇതേ ലെവലിൽ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതോടുകൂടി മണ്ണിനകത്തേക്ക് വെച്ച് കൊടുക്കുക. ഇത് കണ്ടോ, പെട്ടെന്ന് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് വേര് പിടിക്കും. എൻ്റെ അനുഭവം ഞാൻ പറയുന്നത്, വളരെയധികം വേര് പിടിക്കും. അതേപോലെ നമ്മൾ ഹെയറിൽ ചെയ്യുന്ന മാവോ എന്ത് ഫ്രൂട്ട് പ്ലാന്റ് ആണോ ഉള്ളത് അതിനായാലും പെട്ടെന്ന് വേര് വരും. ഇനി ഞാൻ ഇതിങ്ങനെ തന്നെ മണ്ണിൽ നട്ടിട്ട് നടണി ഭാഗം അടുത്ത കൊമ്പും നടന്നൊന്ന് കാണിക്കാം. ഇത് കണ്ടോ, ഇതും അതുപോലെ തന്നെ നമ്മൾ നട്ട് കൊടുക്കാം. ഞാൻ ഈ വെള്ളത്തിൽ ഇറക്കി വെച്ചത് എന്താണെന്ന് ചോദിച്ചാൽ സൂഡോമോണസ് ലായനി കലക്കിയിട്ടുള്ള വെള്ളത്തിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അത് 2 ദിവസം ആയി ഞാൻ കൊമ്പ് കൊണ്ടുവന്നിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സൂഡോമോണസ് ലായനി ലയിപ്പിച്ച് വെള്ളം തരിച്ച് അതിൻ്റെ തെളിയിലാണ് ഞാൻ കുത്തി വെച്ചത്. ഇനി നമുക്ക് ആ വെള്ളം തന്നെ വേണമെങ്കിൽ ഇതിലെ ചോട്ടിൽ ഒഴിച്ച് കൊടുക്കാം. ജസ്റ്റ് ഓൾറെഡി മണ്ണ് നനവുള്ളതാണ് കേട്ടോ. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നനച്ച് കൊടുക്കാം. അത് ഓവറായിട്ട് നനക്കണ്ട, മണ്ണ് ഓൾറെഡി നനവുള്ളതാണ്. ഇനി ഈ മണ്ണ് ഒന്ന് ലെവലേശം ഒരു നനവില്ലാത്ത രീതിയിൽ കാണുമ്പോൾ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി,
നമുക്ക് നട്ട് കൊടുത്താൽ മതി, വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇനി ഞാൻ ഓവർ വെയിലും ഓവർ ഇത് ചൂടും ഓവറായിട്ട് തണലല്ലാത്തൊരു സ്ഥലത്ത്, അതായത് ഷെയ്ഡായിട്ടുള്ളൊരു സ്ഥലത്ത് കൊണ്ടുപോയി വെക്കാൻ പോവുകയാണ്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നനച്ച് കൊടുത്ത് ഇങ്ങനെ നനച്ച് കൊടുത്ത് നോക്കാം. പിന്നെ ഞാൻ കൊടുക്കുന്ന വളം ഇതാണ്. ഇതുണ്ടോ നിങ്ങൾ, ഇതിനകത്ത് പഴത്തോലുണ്ട്, മുട്ടത്തോലുണ്ട്. നമ്മളെ പഴത്തൊലി, കാടമുട്ടൻ്റെ തൊലി, കോഴിമുട്ടൻ്റെ തൊലിയൊക്കെ പാടെ വെള്ളത്തിൽ ഒഴിച്ചതാണ്. ഇനി നമുക്കിത് നന്നാക്കി നെക്കി പിഴിഞ്ഞെടുത്തിട്ട് വെള്ളം കൂട്ടിയിട്ട് വേണം നമ്മളെ ഫ്രൂട്ട് പ്ലാന്റിനും കുറച്ച് ചേമ്പ് നട്ടിട്ടുണ്ട് അവക്കൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കാൻ. ഞാൻ നട്ടതിൻ്റെ ചേമ്പുകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ നടുന്ന രീതിയിലാണോ എന്നറിയില്ല കേട്ടോ. ഇപ്പോൾ അതാ നനക്കലൊക്കെ കഴിഞ്ഞതാണ്, ചേമ്പൊന്നും ഉഷാറില്ല. അപ്പോൾ എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട് ഇതാ നമ്മൾ വീഡിയോയിൽ എപ്പോഴും കാണുന്ന അവതാരമാണ്. ഇപ്രാവശ്യം നിറയെ കായ ഉണ്ടാവാനാണ് സാധ്യത, അത്രത്തോളം കമ്പുകൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. അപ്പോൾ നമുക്കിനി വീണ്ടും പുതിയ വീഡിയോയുമായി കാണാം. അതുവരെ ബൈ.